ഹലോ. അപ്പോഴേ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. പക്ഷേ കുറേ കാര്യങ്ങളൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് കാര്യങ്ങളെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എടുത്തു വെച്ചത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. സൺഡേ ആണെങ്കിലും രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഒരുപാട് രാവിലെ ഒന്നുമല്ല, എന്നാലും ഒരു 6 മണി 6:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് ജോലിക്ക് പോകണമായിരുന്നു. അപ്പോൾ വേഗം ദോശയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ തക്കാളി ചട്നി കേട്ടോ ദോശയ്ക്ക് ഉണ്ടാക്കി. തമിഴ്നാട്ടിലേനു മുന്നേ പോയ ടൈമിൽ അവിടെ ഫേവറേറ്റ് ആയിട്ട് മാറിയ ഒന്നാണ് ഈ തക്കാളി ചട്നി. പക്ഷേ എങ്കിൽ ആ ഒരു ടേസ്റ്റൊന്നും നമ്മൾ ഉണ്ടാക്കിയാൽ കിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ദോശ ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് ഹസ്ബൻഡ് തക്കാളി ചട്നി ഉണ്ടാക്കി തന്നു കേട്ടോ. ഞാൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പം വേഗം അതിങ്ങനെ ഉണ്ടാക്കിയേ. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഞ്ഞും തണുപ്പും ഒക്കെയാണ്. ഇനിയിപ്പം ഇവിടെ ഏകദേശം എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ഡിസംബറൊക്കെ ആയതുകൊണ്ട് ഒന്നും കൂടെ കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാനൊക്കെ നല്ലൊരു സുഖമാണ് ഈ ഒരു കാലാവസ്ഥയിൽ. അപ്പം ഞാൻ വേഗം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. കാരണം എന്നിട്ട് ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പം അമ്മ മുറ്റമൊക്കെ അടിച്ച് വരുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ച് മോന് കഞ്ഞി കുടിക്കാറുണ്ട്. അപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഇട്ട് മൊത്തം ഒന്ന് ക്ലീനാക്കി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വേണ്ട കുക്കിങ്ങിനല്ലേ നമ്മൾ അടുക്കളയിലേക്ക് കയറുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി. പിന്നെ ഞാൻ മൊത്തത്തിലൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. മാറാലയൊക്കെ തട്ടാമെന്ന് വിചാരിച്ചേ. അപ്പം അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമും കൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചേ. കാരണം നമ്മൾ എപ്പോൾ തട്ടിക്കഴിഞ്ഞാലും കാണാണ്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ മാറാലയൊക്കെ ഉണ്ടാവേ. അപ്പോൾ ഫുള്ള് മാറാലയൊക്കെ തട്ടി എല്ലാ സ്ഥലത്തും അടിച്ച് വാരി തുടച്ച് ഫുള്ളൊന്ന് ക്ലീനാക്കി. അതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കുമല്ലോ. പിന്നെ ഞാൻ റൂമൊക്കെ ക്ലീനാക്കി. ഇനി അലക്കാനുള്ള പരിപാടിയാണ്. ബാഗും കാര്യങ്ങളൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ സൺഡേ ആണ് കേട്ടോ നടക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ച സമയം കൊണ്ട് ഒരു പപ്പായേൻ്റെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ജസ്റ്റ് പപ്പായ ഇങ്ങനെ മുഖത്ത് ആക്കി കൊടുത്താണ്. അപ്പോൾ അത് ഒരു 20 മിനിറ്റ് കൊണ്ട് കഴുകി കളഞ്ഞപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് വലിയ വലിയ പണികളുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മളെ തസ്വി കളക്ഷൻസിലെ ഒരുപാട് ഡ്രസ്സുകൾ വേണ്ടത് പാക്ക് ചെയ്യാനും പിന്നെ കുറേ എടുത്ത് മടക്കി വെക്കാൻ, ഫോട്ടോസ് എടുക്കാൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സമയം പോയെന്നറിയില്ല. അത്രയും കുറേ ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ലേ. കുറേ ഡ്രസ്സ് അടക്കി ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ചേമ്പ് പുഴുങ്ങാമെന്ന് വിചാരിച്ചത് വൈകുന്നേരം. അങ്ങനെ ചേമ്പ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് പറമ്പിൽ പോയി. അമ്മ കുറേ നോക്കിയിട്ട് കുറച്ച് ചേമ്പേ കിട്ടിയിട്ടുള്ളൂ. കാരണം പന്നീൻ്റെ ശല്യമൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഒരു പ്രശ്നമില്ലാത്തതിനാണെങ്കിൽ വിത്തും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ കുറേ നോക്കിയതിന് ശേഷമാണ് ചേമ്പൊക്കെ കിട്ടിയത്. അപ്പോൾ നാത്തൂനും ഹസ്ബൻഡും കുഞ്ഞിനൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് പിന്നെ വേഗം ഞാനും അമ്മയും കൂടെ ചേമ്പൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവർ പോകുന്നതിന് മുന്നേ അതും കൂടെ ഉണ്ടായി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചേമ്പ്, ചേന, കാച്ചിൽ ഇങ്ങനത്തേനോടൊക്കെ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. ചേമ്പ് ചുണങ്ങെടുക്കൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി വൃത്തിയാക്കി എടുത്ത് ആ ഒരു സമയം കൊണ്ട് ഞാൻ പറമ്പിലേക്കാണ് പോയി. ഇരുട്ടാവുന്നതിന് മുന്നേ വേറൊന്നുമില്ല, കുറച്ച് വെള്ള കാന്താരി പറിക്കാനാണ് കേട്ടോ. കാന്താരിയല്ല, എന്നാലും വെള്ള മുളകാണ് ഇത്. അപ്പം നമുക്കിത് ചേമ്പിലേക്ക് ഒതുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ചേമ്പിലൊരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ മുളകൊക്കെ പറിച്ചുകൊണ്ടുവന്ന സമയം കൊണ്ട് അമ്മ ഇവിടെ കുക്കറിലായിരുന്നു ചേമ്പ് വെച്ച് വേകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒതുക്കൊക്കെ ഇട്ട് വറവൊക്കെ ഇട്ട് ചേമ്പ് ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ചേമ്പായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. താങ്ക്